എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺസൺ മുട്ടത്തേട്ട അച്ഛനാണ്. അച്ഛൻ മാന്നാനം കോളേജിലെ മനഃശാസ്ത്ര വിഭാഗത്തിന്റെ മേധാവിയാണ്. കൂടാതെ അച്ഛന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഏൽപ്പിച്ചിരുന്ന പല ഉത്തരവാദിത്തങ്ങളുണ്ട്. അച്ഛൻ വളരെ പ്രത്യേകമായിട്ട് മാന്നാനം കോളേജിലെ ജീസസ് യൂത്തിന്റെ ആനിമേറ്റർ കൂടിയാണ്. കുട്ടികൾക്ക് ഒത്തിരി പ്രിയപ്പെട്ട വൈദികനാണ്. അവരുടെ ഒരു കൂട്ടുകാരനെ പോലെ അച്ഛന് മുമ്പിൽ ഇടപെടാനൊക്കെ അച്ഛൻ അവർക്ക് അവസരം കൊടുക്കുന്നു. അച്ഛൻ ഇന്ന് നമ്മളുമായിട്ട് വചനം പങ്കുവെക്കുമ്പോൾ അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. മിശിഹായിൽ ഏറ്റവും പ്രിയ മാണി സാറ്, എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ, ബെത്ലഹേം യാത്രയിൽ ഞാനുമായിരിക്കാൻ കൃപ ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 10 മിനിറ്റ് സമയം വചനത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ, ഇന്ന് എന്നോട് നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ തന്ന ഒരു വചനഭാഗം അല്ലെങ്കിൽ ഒരു തീം എന്താണെന്ന് വെച്ചാൽ, കുടുംബം നീതിമാനായ പിതാവ് ജീവിക്കുന്ന ഇടം എന്നുള്ളതായിരുന്നു. കുടുംബം നീതിമാനായ പിതാവ് ജീവിക്കുന്ന ഇടം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ ഞാനെന്ന വൈദികനും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഓരോ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്നവരാണ്. എന്നാൽ ഞാനൊരു സന്യാസാശ്രമത്തിലാണ്. എന്നാൽ നിങ്ങളെല്ലാം ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ഇരുന്നുകൊണ്ടായിരിക്കണം ഈ ഒരു വചനയാത്രയിൽ, ഈ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കുചേരുക. അപ്പം കുടുംബത്തെ പറ്റിയുള്ള ചിന്ത നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാണ്. കുടുംബം തന്നെ എന്നുള്ളത് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെയും ഏറ്റവും വലിയ അടിസ്ഥാന ശില ക്രിസ്തുവായിട്ട് നമ്മൾ കാണുമ്പോൾ, ക്രിസ്തുവിനെ നമ്മൾ അനുഭവിക്കുവാൻ തുടങ്ങിയത്, ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയത്, ക്രിസ്തുവിനെ ഏറ്റുവാൻ തുടങ്ങിയത് നമ്മുടെ ഈ കുടുംബത്തിൽ തന്നെയാണ്. അപ്പം ഇവിടെ കുടുംബത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ, കുടുംബത്തിൽ ഒരുപക്ഷെ ഇന്ന് ഈ നിങ്ങൾ ഓരോരുത്തരും കുടുംബത്തിൽ ഏത് റോളാണ് വഹിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കുക. ഒരുപക്ഷെ അപ്പൻ്റെ റോള് വഹിക്കുന്നവരും അമ്മയുടെ റോള് വഹിക്കുന്നവരും ഒരു മകളുടെ റോള് വഹിക്കുന്നവരും എല്ലാവരും, അല്ലെ ഭാര്യയുടെ റോള് വഹിക്കുന്നവരും ഒക്കെ അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ ഒരു റോൾ പ്ലേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ അഭയശീല ക്രിസ്തുവാണെങ്കിൽ, ക്രിസ്തുവിന്റെ രക്ഷാകര അനുഭവത്തിൽ, രഹസ്യത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മൾ ക്രിസ്മസിലൂടെ നമ്മളത് തുടങ്ങി വെക്കുക. ക്രിസ്മസിലൂടെ തുടങ്ങി വെക്കുമ്പോൾ മുമ്പേ പോയ ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി വചനം പറയുക നീതിമാനായ ജോസഫ് എന്നുള്ളതാണ്. നീതി എന്ന് പറയുന്ന ആ ഒരു ചിന്ത തന്നെ, ഗീവ് ഈച്ച് വൺ ഹിസ് ഡ്യൂ എന്ന നീതിയുടെ ഒരു വ്യാഖ്യാനം പറയുക. ഓരോരുത്തരും അർഹിക്കുന്നവന് കൊടുക്കുന്നതാണ് നീതി എന്നുള്ളത്. അപ്പം ഈ അർഹിക്കുന്നവന് കൊടുക്കുന്നതാണ് നീതിയെങ്കിൽ, എല്ലാവരെയും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണോ നീതി എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്നായിരിക്കും വചനം നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. നമ്മുടെ ലാംഗ്വേജിൽ ഈക്വിറ്റി എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ ഈക്വാളിറ്റി എന്ന് പറയാറുണ്ട്. ഒരിക്കലും ക്രൈസ്തവ നീതി എന്നുള്ളത്, പിതാവിന്റെ നീതി എന്നുള്ളത് ഒരിക്കലും എല്ലാവർക്കും തുല്യത എന്നതിനേക്കുപരിയായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു പിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. ധൂർത്തപുത്രന്റെ പിതാവാണ്. ഈ ധൂർത്തപുത്രന്റെ പിതാവ് 2 മക്കൾക്കും ജീവിതത്തിൽ എപ്പോഴും ഒരുപോലെ പങ്കുവെച്ചവനല്ല. തുടക്കത്തിൽ അവൻ ഒരുപോലെ പങ്കുവെച്ചുവെങ്കിൽ പിന്നീട് മുമ്പോട്ടുള്ള യാത്രയിൽ, കാരണം മനുഷ്യ ജീവിതത്തിന്റെ യാത്രയിൽ നമുക്ക് എപ്പോഴും നമുക്ക് ഒരുപോലെ പങ്കുവെക്കപ്പെട്ട അവസ്ഥ ആകണമെന്നില്ല. മുഴുവൻ തീർന്നു പോയ കാനായിലെ കല്യാണ വീട്ടിലെ കാൽഭരണി പോലെ തീർന്നു പോയ അവസ്ഥകളൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകാം. അപ്പൊ അവിടെയൊക്കെ ഞാൻ കൊടുക്കുന്നത് എനിക്ക് കിട്ടുന്നു എന്നുള്ള ഒരു ലോകത്തിന്റെ നീതിയുടെ ബോധമല്ല, മറിച്ച് നഷ്ടപ്പെട്ടവനെ കാത്തിരിക്കുന്ന പിതാവിന്റെ കരുണയുടെ സ്നേഹം. അപ്പം കരുണാർദ്ര സ്നേഹം എന്നുള്ളത് യേശു എന്ന വലിയ അപ്പനിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു അപ്പനെ പറ്റിയുള്ള നമ്മൾക്ക് അപ്പൻ എന്താ തരുന്നതെന്ന് ചോദിച്ചാൽ, അപ്പൻ തരുന്നത് തീർച്ചയായിട്ടും അപ്പൻ തന്നെയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാം വചനം നമ്മളിങ്ങനെ വായിക്കും: നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം: നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല,
മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പം പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവെന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? അപ്പം വചനം തുടർന്ന് പറയുകയാണ്, ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ, അപ്പ എന്ന് ആരെ വിളിക്കുന്നത്? ദൈവത്തെ വിളിക്കുന്നത്. ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. നാം ദൈവത്തിന്റെ മക്കളെന്ന ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകാവുന്ന അപ്പം തരുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ് എന്ന് ചോദിച്ചാൽ, എൻ്റെ ഇല്ലായ്മയിലും എൻ്റെ വെല്ലായ്മയിലും എൻ്റെ പാപബോധത്തിന്റെ നീറുന്ന അവസ്ഥയിലുമൊക്കെ എന്നെ കാത്തിരിക്കുന്ന ധൂർത്തപുത്രന്റെ പിതാവിന്റെ സ്നേഹമായിട്ട് ഞാൻ വചനത്തെ ഞാൻ കണ്ടാല് ഈ ഒരു ഒരു യാത്ര നമ്മെ സംബന്ധിച്ച് ഒത്തിരി അർത്ഥപൂർണ്ണമാണ്. കാരണം ഞാൻ ഒരു അടിമയെ പോലെയല്ല ഇനി മുതൽ നടക്കുക. ഞാൻ എൻ്റെ മകളെ പോലെയാണ്, ഞാനൊരു മകനെ പോലെയാണ്. കാരണം എൻ്റെ ഉള്ളില് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട്, എൻ്റെ അരൂപിയോട് ചേർന്ന് പറയുന്ന കാര്യമാണ്. അപ്പം അവിടെ എൻ്റെതായിട്ടുള്ള വലിയൊരു പങ്ക് വചനം പൂർണ്ണമായിട്ടും അത് പരിശുദ്ധാരൂപി അങ്ങനെ പറയുന്നല്ല പറയുന്നത്, എൻ്റെ ആത്മാവിനോട് ചേർന്ന് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഒരു തനതായ വ്യക്തിത്വം അവിടെയും ദൈവം അനുവദിച്ചു തരിക ചെയ്തത്. അപ്പം ആ തനതായ വ്യക്തിത്വത്തിലാണ് നമ്മൾ ദൈവത്തെ പിതാവേ, ആബാ പിതാവേ എന്ന് വിളിക്കേണ്ടത്. അപ്പൊ ഇവിടെ ശരിക്കും നീതിമാനായ പിതാവ് ജീവിക്കുന്ന സ്ഥലമാണ് കുടുംബം എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വരുന്നത് ഈ അരൂപിയുടെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ്. ആത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പം നമുക്ക് ദൈവത്തെ എൻ്റെ അപ്പ എന്ന് വിളിക്കാൻ സാധിക്കും. ഞാൻ ഇന്നലെ ഒരു മരിച്ചടക്ക് പങ്കുചേരുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ ഫാദർ മരിച്ചു. 90 വയസ്സ് വരെ ജീവിച്ച ഒരു അപ്പച്ചൻ. ആ അപ്പച്ചനെ പറ്റി ഉള്ള ആ ചരമപ്രസംഗത്തിൽ പ്രസംഗിച്ച വൈദികൻ പറഞ്ഞ വാക്ക് ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. അപ്പം ആ അപ്പച്ചനെ പറ്റി അദ്ദേഹം നീതിമാനും ആയ ഒരു തൻ്റെടിയായിരുന്നു. നീതിമാനായ തൻ്റെടി എന്ന് ഞാൻ അത് വളരെ എന്താ പറയുക, അത്ര കോമൺ ആയ ഒരു വിശേഷണം അല്ലാത്തതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം എന്നിട്ട് ആ ഒരു കുടുംബത്തെ അദ്ദേഹം പരിപാലിച്ചതിനെ പറ്റി പറയുകയായിരുന്നു. അപ്പം അദ്ദേഹം വളരെ തൻ്റെടിയായിരുന്നു. അപ്പൊ തൻ്റെടി എന്ന വാക്കിന് ആ ഒരു വൈദികൻ നൽകിയ ഒരു എക്സ്പ്ലനേഷനാണ്. തൻ്റെതായ ഇടമുള്ളവനാണ് തൻ്റെടി എന്ന് പറയുന്നത്. തൻ്റെതായ ഇടം. അപ്പം തൻ്റെതായ ഇടം, തൻ്റെ ജീവിതത്തിൽ തനതായിട്ടുള്ള വ്യക്തിത്വം നഷ്ടപ്പെടാതെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു തൻ്റെടിയായിട്ട് മാറാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ പല കാര്യത്തിനായിട്ട് നമ്മൾ പലപ്പോഴും ഇന്നത്തെ അപ്പന്മാരുടെ ഒരു പരാജയം വന്നു പോകുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ തൻ്റെ ഇടം നഷ്ടപ്പെട്ടു പോവുക, തൻ്റെതായ ഇടം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം നീതിമാനാകണമെങ്കിൽ നമുക്ക് നീതിമാനായ പിതാവ്, നീതിമാനായ മാതാവ് ഒക്കെ ആയിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് നൽകാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എന്താ നൽകേണ്ടതെന്ന് അറിയോ? ശരിക്കും ശിക്ഷണം നൽകാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. കാരണം നമ്മളിന്ന് ഒരു ശിക്ഷണത്തിന്റെ അല്ലെങ്കിൽ ശിക്ഷണത്തെ ശിക്ഷയായിട്ടൊക്കെ ധരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾക്ക് പേടിയാണ്. കുട്ടി നമ്മൾ അകന്നു പോകുമോ, എന്നെ സ്നേഹിക്കാതിരിക്കുമോ, അല്ലെ ഞാൻ വഴക്ക് പറഞ്ഞാൽ പിന്നെ എന്നോട് ഉള്ള ബന്ധം മോശമാകുമോ. അപ്പൊ അങ്ങനെയുള്ള ഭയത്തിന് നമ്മൾ അടിമയാകുമ്പോൾ നമ്മളിന്ന് അപ്പന് പലപ്പോഴും ജീവിക്കാൻ സാധിക്കാതെ പോവുക ചെയ്യുന്നത്. അപ്പൊ ശരിക്കും തൻ്റെതായ ഇടം, തൻ്റെതായ ശരി തെറ്റുകളെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കുടുംബത്തില് തൻ്റെതായിട്ടുള്ള എന്ന് വെച്ചാൽ ദൈവാരൂപിയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന, കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു അപ്പന് തീർച്ചയായിട്ടും തൻ്റെതായിട്ടുള്ള നിലപാടുകളെ ആവിഷ്കരിക്കാൻ സാധിക്കും. അപ്പോൾ തൻ്റെതായിട്ടുള്ള നിലപാടുകളെ ആവിഷ്കരിക്കാൻ സാധിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ധൈര്യപൂർവ്വം നീതിമാനാകാൻ സാധിക്കുള്ളൂ. ജോസഫ് നീതിമാനായത് അങ്ങനെയാണ്. ജോസഫ് നീതിമാനായത് ഒരു ഭയത്തോടെ പേടിച്ചു ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ജോസഫാകാൻ സാധിക്കുകയല്ലേ. അപ്പം എന്ത് സമൂഹം എന്നോട് എന്തും എന്നെപ്പറ്റി പറഞ്ഞുകൊള്ളട്ടെ, എനിക്ക് എൻ്റെ ദൈവാത്മാവ് എനിക്ക് തന്ന ദർശനങ്ങളിൽ, ദൈവാത്മാവ് എനിക്ക് തന്ന അരൂപിയൊത്ത് ഞാൻ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള വലിയ പ്രഘോഷണമായിരുന്നു ഈജിപ്തിലേക്കുള്ള ഓട്ടം തുടങ്ങി. അല്ലെങ്കിൽ യേശു എന്ന വലിയ ദൗത്യത്തെ ഏറ്റെടുത്ത നീതിമാനായ പിതാവായിട്ട് ജോസഫ് മാറിയത് അങ്ങനെയാണ്. അപ്പൊ ക്രിസ്മസിന്റെ വലിയൊരു സന്ദേശം കൂടിയാണ് ഞാനെന്ന അപ്പൻ അമ്മ ഉൾക്കൊള്ളേണ്ട നീതിമാനായ പിതാവിന്റെ ജീവിക്കുന്ന സ്ഥലമായിട്ട് എൻ്റെ കുടുംബം മാറേണ്ടത്. അപ്പം ഒരു കുടുംബത്തെ നിസ്സഹായതയുടെ ഒരു അവസ്ഥയിലൊരു കുടുംബത്തെ തിരുക്കുടുംബമായിട്ട് മാറുവാൻ സാധിച്ചതിൽ ജോസഫിന്റെ നീതിബോധം ഉണ്ടായിരുന്നു.
ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുക്കാൻ സാധിക്കില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് നിസ്സഹായ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ തൻ്റെ ലോകത്തിന്റെ നീതിബോധമുള്ള വാതിൽ കുട്ടിയടയ്ക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് ദൈവത്തിന്റെ നീതിബോധത്തിലേക്ക് ജോസഫും കടന്നു ചെന്നപ്പോൾ ഈ റോമാക്കാർക്ക് ലേഖനത്തിൽ നമുക്ക് കണ്ട വചനം അവിടെ പൂർണ്ണമാവുക ചെയ്യുന്നത്. കാരണം നമ്മൾ കൈക്കൊണ്ടിരിക്കുന്ന ആത്മാവ് ദൈവാത്മാവാണ്. അപ്പം ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മൾ മാറുമ്പോൾ അതിൻ്റെ ദൗത്യത്തിന്റെ ഭാഗം കൂടിയാണ് ദൈവത്തെ അപ്പ എന്ന് വിളിക്കുമ്പോൾ ആ അപ്പന്റെ ദൗത്യബോധം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ ശക്തമാകും. തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്ത് നമുക്ക് വേണ്ടത് ബന്ധങ്ങൾ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് രോഗങ്ങൾ വരുന്നത്. രോഗങ്ങളും അതുപോലെ അസ്വസ്ഥകളും എല്ലാം വരുന്നത് കാരണം നമുക്ക് സന്തോഷം നഷ്ടപ്പെട്ടു പോവുകയാണ്. സന്തോഷത്തെ തേടിയുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. അപ്പം നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമ്മുടെയൊക്കെ ബന്ധങ്ങളെ ക്രമീകരിക്കാൻ സാധിക്കുന്ന ഒരു നീതിബോധം, അതായത് നീതിബോധം എന്നുള്ളത് ദൈവത്തിന് പൂർണ്ണമായിട്ടും സമർപ്പിക്കാൻ സാധിക്കുന്ന, എൻ്റെ ആബാപിതാവ് എന്ന് സ്വർഗീയ അപ്പനെ വിളിക്കാൻ സാധിക്കുന്ന ഒരു ബോധത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മിലൂടെ ഒരു ക്രിസ്മസ് ഈ ലോകത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്. അപ്പം ക്രിസ്തു വീണ്ടും ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് നമ്മിലൂടെയാണെന്നുള്ള വലിയ ദൗത്യബോധം നമുക്കുണ്ടാകട്ടെ. അത് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ തമ്പുരാനാണ് എൻ്റെ അപേക്ഷ എന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പം തമ്പിന്റെ ഊരാണ് തമ്പുരാനെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ ഊരായിട്ട് പരിശുദ്ധാരൂപിൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് നിൽക്കാൻ സാധിക്കട്ടെ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരണം തമ്പുരാനെ, ഇന്ന് ഞങ്ങള് ക്രിസ്മസിനായിട്ടുള്ള 25 നോമ്പിന്റെ ഒരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ഇവിടെ ഞങ്ങൾ ഈ ഒരു ഓൺലൈനിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് പങ്കുവെച്ച ഞങ്ങളുടെ ചിന്തകളെയും എല്ലാം സമർപ്പിക്കുന്നു. നീതിമാനായ ജോസഫിനെ പോലെ ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ധൈര്യത്തോടെ പോകുവാൻ, തൻ്റെടിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് സ്വന്തമായ ഇടത്തെ കണ്ടെത്തുവാൻ, അത് കുടുംബത്തിൽ അത് ആവിഷ്കരിക്കുവാൻ, ഞാൻ മക്കളിലേക്ക് കൊടുക്കുവാൻ ഒക്കെയുള്ള വലിയ കൃപ നീ ഞങ്ങൾ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ മാസപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ ആശീർവാദം തരാൻ പറ്റുമോ? നമുക്ക് ഒന്ന് തമ്പുരാന്റെ സന്നിധി നമുക്ക് ഇന്ന് ഈ രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമുക്കതിന് പ്രാർത്ഥിക്കാം. നമുക്ക് ശിരസ് എല്ലാവരും നമിച്ച് തമ്പുരാന്റെ സന്നിധിയിലായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.